ചേച്ചി ചേച്ചി മാങ്ങ കഴിക്കുന്നതൊക്കെ കൊള്ളാം, കഴിക്കട്ടെ കഴിക്കണേ. കഴിക്കാനല്ല, പിന്നെന്തിനാ? മാങ്ങ വെച്ചെന്തോ സംശയം ചോദിക്കാൻ. എന്ത് സംശയം? അമ്മ ഈ മാങ്ങ എന്തോ മാവിന്റെ മോളെ ഉണ്ടാവുന്ന വേഗം പറഞ്ഞല്ലോ. കൊച്ചു നിനക്ക് എവിടെ നിന്നാണ് ഇതിന് മാത്രം സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്നേ? എനിക്കും ഉണ്ട് ഈ സംശയം. അത് സ്കൂളിൽ പറഞ്ഞു തരുമല്ലോ, അപ്പൊ പഠിച്ചാ മതി. സ്കൂൾ തുറക്കാൻ കൊറേ സമയം അതിലേ ചേച്ചി ഒന്ന് പറഞ്ഞാ. അതിപ്പം ഒരു മിനിറ്റ്. അത് മക്കളെ, അത് ഈ പ്രകൃതിയുടെ രീതി അങ്ങനെയാണ്. ഈ മാവ് ഇങ്ങനെ വളർന്ന് വളർന്ന് മേളിലേക്കാണല്ലോ പോകുന്നത്, അതുകൊണ്ടാണ് മാങ്ങ മേളിൽ കഴിക്കുന്നത്. നമ്മൾ വളരുമ്പോ തലയില് മാങ്ങ കാണുമോ? ഇപ്പൊ നിന്റെ തലയില് 2 തെങ്ങില്ലേ, തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അറിയാൻ വേണ്ടിയാണ് ചേച്ചി ചോദിക്കുന്നേ. സ്കൂളിൽ പഠിപ്പിക്കണതോ നേരെ ചൊവ്വേ പഠിക്കണില്ല, അപ്പോഴാണ് പുതിയ അറിവ്. പക്ഷേ ഇനി ഇമ്മാതിരി ചോദ്യങ്ങളൊന്നും ചോദിച്ചോണ്ട് വരരുത് കേട്ടാ. എന്തോന്ന് ലച്ചു, പിള്ളേർക്ക് ഇങ്ങനെയാ സംസാരിക്കണം? എന്റെ അമ്മായി വിചാരിക്കുന്ന പോലെയല്ല, ഒരു ലോഡ് ചോദ്യം കൊണ്ടാ വരുന്നത്. അതും ചോദ്യങ്ങളൊക്കെ കേക്കണം. പൂച്ച എന്താ പാല് തരാത്തെ, കാക്ക എന്താ പാല് തരാത്തെ, പിന്നെന്താ നീ ചോദിച്ചേ? ഉറുമ്പുകളുടെ വീടെവിടെയാ, നിങ്ങളൊക്കെ എന്താ ചെയ്യണ? ഉറുമ്പുകൾ പണിക്ക് പോവില്ലേ? അതൊക്കെ നല്ല കാര്യമല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങ് തീർത്തു കൊടുക്കണം. പിള്ളേരല്ലേ, പിള്ളേരാകുമ്പോ സംശയമൊക്കെ ചോദിക്കും. എന്നാ പിന്നെ തീർത്തു കൊടുക്ക്. ഞാൻ തീർത്തു കൊടുക്കും. തീർത്തു കൊടുക്കും. അമ്മായി പിന്നെ എൻസൈക്ലോപീഡിയ ആണല്ലോ. അത് നേരെ ചൊവ്വേ പറയാൻ പോലും കിട്ടണില്ല, എന്നിട്ടാണ് സംശയം. മക്കളെ, എൻസൈക്ലോപീഡിയ എന്ന് വെച്ചാ സർവ്വവിജ്ഞാനകോശം. അതായത് ഈ ലോകത്തുള്ള എല്ലാ അറിവുകളും ശേഖരിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ ഇത് അമ്മയുടെ അടുത്ത് വെച്ചു. എന്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എന്നാ രണ്ടുപേരും ഞാൻ അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്കും. ഞാൻ നോക്കിക്കോളാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇനി എന്റെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഒട്ടകം പാല് തരുമല്ലോ. കണ്ടല്ലോ, സിമ്പിളാണ്. പിള്ളേരെ ഡീൽ ചെയ്യാൻ ചെറിയ മന്ത്രമുണ്ട്, അതൊന്നും നിനക്ക് അറിഞ്ഞൂടാ. എനിക്കത് അറിയണം എന്നില്ല. കാണിച്ചു എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്റെ അടുത്ത് ചോദിക്കണം കേട്ടാ. കേട്ടാ പാറോ? എന്താവോ എന്തോ. അത് ശരി, നമുക്കൊന്നും തരാതെ രണ്ടുപേരും കൂടെ ഒന്ന് മാങ്ങ കഴിക്കാം അല്ലേ? അല്ല, നീ ഇപ്പം കഴിച്ചതല്ലയോ? അത് നേരത്തെ അല്ലേ? കല്ലു മാറുവെങ്ക. എന്റെ പൊന്നെ ആന്റി, കല്ലൂസിന്റെ കാര്യമൊന്നും പറയണ്ട. എന്തൊരു സംശയം ചോദിക്കലാണോ? എന്ത് സംശയം? അവക്കറിയേണ്ട കാര്യങ്ങള്. ആന എന്താ പാല് തരാത്തെ? എന്താ തരാത്തെ? എനിക്കങ്ങനെ അറിയാനാ? എന്റെ അമ്മൂമ്മേ, സംശയങ്ങൾ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഉത്തരം കൊടുത്ത് എന്റെ ഉത്തരം മുട്ടി. എന്നിട്ട് അവിടെ സംശയത്തിന് യാതൊരു കുറവുമില്ല, ഇങ്ങനെ ചോദിച്ചോണ്ട് നടക്കുക. லிச்சு, இந்த ஏஜ்ல நிறைய கேள்வி அவங்க கேட்பாங்க. കനകം, നിനക്കൊരു കാര്യം കേൾക്കണോ? എവളുടെ ചെറുപ്പത്തില് എവളൊരു ദിവസം എന്നോട് വന്ന് ചോദിച്ചു, അമ്മൂമ്മേ ഈ മാവ് എങ്ങനെയാ ഉണ്ടാവുന്നേ? ഞാൻ പറഞ്ഞു മാങ്ങാണ്ടി കുഴിച്ചിട്ടാ മതിയെന്ന്. എവിടെ പോയോ ഒരു മാങ്ങാണ്ടി എടുത്തോണ്ട് വന്നു, എന്നിട്ട് അത് കുഴിച്ചിട്ടു. പിറ്റേ ദിവസം രാവിലെ എന്നോടൊന്ന് പറയുമെന്നേ, അമ്മൂമ്മേ മാവായില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞേ, മക്കളെ അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് വേരൊക്കെ ഇങ്ങനെ മുളച്ച് വന്നിട്ട് കുറേ കഴിഞ്ഞിട്ടേ അത് മാവാവത്തുള്ളെന്ന്. എല്ലാ ദിവസവും ചെന്നത് മാന്തി നോക്കും, എന്നിട്ട് എടുത്ത് നോക്കും വേരായോ എന്ന്. അങ്ങനെ ചെയ്തവിടെ മോളല്ലയോ, ഇതും ചോദിക്കും ഇതിനപ്പുറം ചോദിക്കും. കല്ലൂസിനെ ഇനിയും സംശയമുണ്ട്. ഉറുമ്പുകൾ എന്താ പണിക്ക് പോവാത്തെ, പൂച്ച എന്താ പാല് തരാത്തെ? എന്നിട്ട് എന്ത് ചെയ്യാൻ? അയ്യോ, അതിനെ ഞാൻ അമ്മായിയുടെ കൂടെ പറഞ്ഞു വിട്ട്. അമ്മായി പറഞ്ഞു കല്ലൂസിന്റെ എല്ലാ സംശയത്തിനും ഞാൻ ഉത്തരം തരാന്ന്. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു പോയിട്ടുണ്ട്. എന്താവോ എന്തോ.